നമസ്കാരം. മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരമാണ് ഷീല. ചെമ്മീനിലെ കറുത്തമ്മ ഉൾപ്പെടെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച നടിയാണ് ഷീല. നടി ഷീലയെ കേന്ദ്ര കഥാപാത്രമായി ഒരു മലയാള സിനിമ ഒരുങ്ങുന്നു. ഒപ്പം തിരിച്ചു വരവിനൊരുങ്ങി നടൻ ശങ്കറും. മറന്നിട്ടില്ലല്ലോ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകനെ, ഒരു കാലത്തെ സൂപ്പർ സ്റ്റാറിനെ. ഇതിന് കാരണമാകാൻ പോകുന്ന ചിത്രമാണ് ഒരു കഥ നല്ല കഥ. ബ്രൈറ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബ്രൈറ്റ് തോംസൺ തിരക്കഥ രചിച്ച് നിർമ്മിക്കുന്ന ഈ ചിത്രം പ്രസാദ് വാളാച്ചേരിയാണ് സംവിധാനം ചെയ്യുന്നത്. ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചും മ്യൂസിക് ലോഞ്ചും കഴിഞ്ഞ ആഴ്ച കോട്ടയം പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് നടന്നു. ലളിതമായ ചടങ്ങിൽ വെച്ച് പ്രശസ്ത നടൻ കോട്ടയം രമേശാണ് ഈ പ്രകാശന കർമ്മം നിർവഹിച്ചത്. സംവിധായകൻ പ്രസാദ് വാളാച്ചേരി, ഗായിക അഖില ആനന്ദ്, മറ്റ് അണിയറ പ്രവർത്തകരും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഒരു കാലത്ത് മലയാള സിനിമയിലെ പ്രബല ചലച്ചിത്ര നിർമ്മാണ സ്ഥാപനത്തിന്റെ ഉടമ. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ സഹധർമ്മിണിക്ക് ഒരു സിനിമ നിർമ്മിക്കണമെന്ന ആഗ്രഹമുണ്ടാകുന്നു. അതിനായി ഇറങ്ങിത്തിരിച്ചു. നിർമ്മാതാവിന്റെ ഭാര്യയ്ക്ക് പുതിയ കാലഘട്ടത്തിലെ സിനിമയുടെ സ്ഥിതിവിശേഷങ്ങൾ വലിയ പ്രതിസന്ധിയാകുന്നു. വലിയ പ്രതിസന്ധികളായിരുന്നു അവർക്ക് നേരിടേണ്ടി വന്നത്. അതിനെയെല്ലാം സ്വന്തം ഇച്ഛാശക്തിയിലൂടെ നേരിട്ട് ഒരു കമ്പനി നിർമ്മിച്ച് പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു. ഇതാണ് ഒരു കഥ നല്ല കഥ എന്ന സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. വലിയ താരനിരയുടെ അകമ്പടിയോടെയും ആകർഷകമായ മുഹൂർത്തങ്ങളിലൂടെയും ക്ലീൻ എന്റർടൈനറായിട്ടാണ് ഈ ചിത്രം അവതരിപ്പിക്കാൻ പോകുന്നത്. നിർമ്മാതാവിന്റെ ഭാര്യാവേഷത്തിലെത്തുന്നത് പ്രശസ്ത നടി ഷീലയാണ്. അംബിക, ശങ്കർ, കോട്ടയം രമേശ്, ഇടവേള ബാബു, ദിനേശ് പണിക്കർ, നന്ദകിഷോർ, നിഷ സാരംഗ്, റിയാസ് നർമ്മകല, ബാലാജി ശർമ്മ, കെ സുധാകരൻ, സാബു തിരുവല്ല, ബ്രൈറ്റ് തോംസൺ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. ബ്രൈറ്റ് തോംസന്റെ ഗാനങ്ങൾക്ക് പ്രണവം മധു ഈണം പകർന്നിരിക്കുന്നു. SP വെങ്കടേഷാണ് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത്. വേണുഗോപാൽ, അഖില ആനന്ദ്, ഋതു കൃഷ്ണ, സ്റ്റാർ സിംഗർ വിന്നർ സരിത രാജീവ് എന്നിവരാണ് ഗായകർ. ഛായാഗ്രഹണം വിപിനാണ് നിർവഹിക്കുന്നത്. തിരുവനന്തപുരം, വാഗമൺ, കോട്ടയം എന്നിവിടങ്ങളിലായി ചിത്രീകരണം പൂർത്തിയായ ഈ ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നു. 2018 പുറത്തിറങ്ങിയ പൃഥ്വിരാജ് ചിത്രം ഭ്രമണമാണ് മലയാളത്തിൽ ശങ്കറിന്റെ അവസാന സിനിമ. ഒരുപാട് നാളുകൾക്ക് ശേഷം നടി ഷീല ഒരു മുഴുനീള കഥാപാത്രത്തിൽ എത്തുന്ന സിനിമ കൂടിയാണിത്. നന്ദി, നമസ്കാരം.